Very good morning, dear students. I am Dr. Saudhamini Menon, educationist and clinical psychologist. Welcome to DCA learning class. Today we will see the second chapter from DC 01, that is Computer System Organization. A system means, ആദ്യം നമുക്ക് നോക്കാം what is a system എന്നുള്ളത്. Okay, a system means a collection of elements or components that are organized for a common purpose. Example പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി, eyes are there, nose, mouth, ears, we have hands, so many parts of the body. ഇതെല്ലാം അവനവൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ ജോലി ചെയ്യും, കാതിൻ്റെ ജോലി ചെയ്യില്ലല്ലോ. അപ്പോൾ കണ്ണിൻ്റെ ജോലി ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് ഓർഗൻസ് എല്ലാം അവനവൻ്റെ ജോലി ചെയ്തിട്ട് ആ ഒരു കംപ്ലീറ്റ് ഫോമിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുക. സോ സെയിം വേ എ കമ്പ്യൂട്ടർ ഈസ് ഓൾസോ എ സിസ്റ്റം ഹാവിങ് ഡിഫറെൻറ്റ് കോമ്പനൻറ്റ്സ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കോമ്പനൻറ്റ്സ്? കീബോർഡ് ഉണ്ട്, മോണിറ്റർ ഉണ്ട്, പ്രോസസ്സർ ഉണ്ട്, മെമ്മറി എക്സെട്ര. ഓക്കെ, അപ്പോൾ കീബോർഡിൻ്റെ ജോലി ചെയ്യും, മോണിറ്ററിൻ്റെ, പ്രോസസ്സറിൻ്റെ ജോലി, മെമ്മറിയുടെ ജോലി ചെയ്യും. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നതിനാണ് നമ്മൾ കോമ്പനൻറ്റ്സ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് ഫോർ എ കോമൺ പർപ്പസ് എന്ന് പറയുന്നത്, എ സിസ്റ്റം. Now, these units perform their functions as arranged in a particular order to perform the computer all its activities properly. എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർലി ആയിട്ട് ചെയ്യാനാണ് ഈ ഓരോ സിസ്റ്റം, നമ്മളുടെ ഓരോ കാര്യങ്ങൾ, യൂണിറ്റ്സ് നമ്മളുടെ ഇടയിലുള്ളത്. ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് യൂണിറ്റ്സ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഓർഗനൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ. മനസ്സിലായോ? ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് യൂണിറ്റ്സ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഓർഗനൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ. നൗ components of computer എന്തൊക്കെയാണെന്ന് നോക്കാം. A computer has two major components. രണ്ട് മേജർ കോമ്പനൻറ്റ്സ്. ഒന്ന് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. നമ്മൾ എപ്പോഴും കേട്ടതിൽ ഹാർഡ്വെയർ എന്താണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം. ബട്ട് ഈ രണ്ടെണ്ണം അല്ലാണ്ട് വേറെ രണ്ടെണ്ണം കൂടിയിട്ടുണ്ട്. ടു മോർ കോമ്പനൻറ്റ്സ് ആർ നോൺ ആസ് ഫേം വെയർ ആൻഡ് ലിവ് വെയർ. അങ്ങനെ രണ്ടെണ്ണം, ഫേമും ലൈവും വെയർ പണ്ട്, അങ്ങനെ 2-3. അപ്പോൾ 4 കോമ്പൺ. പക്ഷെ നമ്മളിവിടെ പഠിക്കണത് 2 കോമ്പനൻസിനെ പറ്റിയിട്ടേ പഠിക്കുന്നുള്ളൂ. അതെന്താണെങ്കിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ കോമ്പനൻസ്. ഓക്കെ, നൗ വാട്ട് യു മീൻ ബൈ ഹാർഡ്വെയർ? ഹാർഡ്വെയർ മീൻസ് visible and tangible, which associated with functional units of a computer, which include input unit, output unit, CPU and memory unit. മനസ്സിലായോ? ഏതാണ് ഹാർഡ്വെയർ പറയുന്നത്? ഹാർഡ്വെയർ പറഞ്ഞത് എന്താ? നമ്മൾക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റണതിനാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ബുക്കാണ് ഹാർഡ്വെയർ. നമ്മളൊരു പ്രിൻ്റ് എടുത്ത്, നമ്മളൊരു ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് ആ ലെറ്റർ നമ്മൾ മെയിൽ അയക്കുമ്പോൾ അത് സോഫ്റ്റ്വെയർ ആയിരിക്കും. പക്ഷെ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഹാർഡ്വെയർ ആയിരിക്കും. അത് നമുക്ക് തൊടാൻ പറ്റും, ടാഞ്ചിബിളാണ്, നമുക്ക് വിസിബിളാണ്, കാണാനും പറ്റും. ഓക്കെ, നൗ കീബോർഡ്, മോണിറ്റർ, പ്രോസസ്സർ എക്സെട്ര ആർ സം എക്സാമ്പിൾസ് ഓഫ് സോഫ്റ്റ് എക്സാമ്പിൾസ്. ഏതൊക്കെയാണ്? കീബോർഡ് നമുക്ക് കാണാൻ പറ്റും, മോണിറ്റർ കാണാൻ പറ്റും, പ്രോസസ്സർ നമുക്ക്, അതിനെയൊക്കെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. നൗ സോഫ്റ്റ്വെയർ പറഞ്ഞാൽ എന്താണ്? Software denotes a set of programs that help us to use computer system efficiently. Computer system നമ്മൾ എഫിഷ്യൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഹാർഡ്വെയർ കനോട്ട് വർക്ക് വിതൗട്ട് ദ യൂസ് ഓഫ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ലൈക്ക് ഹാർഡ്വെയർ ഈസ് ദ ബോഡി ആൻഡ് സോഫ്റ്റ്വെയർ ഈസ് അവർ സോൾ. നമ്മുടെ ദേഹം, നമുക്ക് സോളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവനില്ലാണ്ടാവില്ലേ? അതേപോലെയാണ് ഹാർഡ്വെയർ ഇല്ല, സോഫ്റ്റ്വെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടും വേണം, ഹാർഡ്വെയറും വേണം, സോഫ്റ്റ്വെയറും വേണം, എന്നാലേ കമ്പ്യൂട്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
Now example of software ഏതൊക്കെയാണ്? GNU ലിനക്സ് ഉണ്ട്, വിൻഡോസ് 10 ഉണ്ട്, ലിബറെ ഓഫീസ് ഉണ്ട്, MS ഓഫീസ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമ്മൾക്ക് നോക്കാം ഹാർഡ്വെയറിൻ്റെ കോമ്പനൻറ്റ്സ് എന്തൊക്കെയാണ്. ഹാർഡ്വെയർ കോമ്പനൻറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് സിസ്റ്റം കോമ്പനൻറ്റ്സ്. ഹാർഡ്വെയറിൻ്റെ വേറൊരു പേരാണ് സിസ്റ്റം കോമ്പനൻറ്റ്സ് എന്ന്. ഇറ്റ് ഈസ് ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ. ഹാർഡ്വെയർ എങ്ങനെയാണ്? ടാഞ്ചിബിളാണ്, തൊടാൻ പറ്റും, കാണാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും, കയ്യിലെടുക്കാൻ പറ്റും. ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കൺസിസ്റ്റ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. നൗ ദ മെയിൻ കോമ്പനൻറ്റ്സ് ഓഫ് ഹാർഡ്വെയർ എന്തൊക്കെയാണെങ്കിൽ മദർ ബോർഡ് ആൻഡ് ചിപ്പ് സെറ്റ്. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പനൻറ്റ് ഹാർഡ്വെയറിൻ്റെ മദർ ബോർഡും ചിപ്പ് സെറ്റും. മദർ ബോർഡ് ഹാസ് ഡിഫറെൻറ്റ് നെയിംസ്. ആ മദർ ബോർഡിന് ഡിഫറെൻറ്റ് പേരുണ്ട്. സച്ച് ആസ് മെയിൻ ബോർഡ് എന്ന് ചിലവർ പറയും, സിസ്റ്റം ബോർഡ് എന്ന് ചിലവർ പറയും, പ്ലാനർ ബോർഡ് പറയും, ഓർ ലോജിക് ബോർഡ്. ഇങ്ങനെ 4 വേറെ പേര് കൂടി അതിനുണ്ട്. മദർ ബോർഡ് ഈസ് ദ മെയിൻ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മദർ ബോർഡ്. അതിനെ PCB എന്ന് പറയും. എന്താണ്? പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന്. ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ഇറ്റ് ഹോൾഡ്സ് അതിൻ്റെ അകത്ത് എന്താണ് പിന്നുള്ളത്? CPU, മെമ്മറി ആൻഡ് പ്രൊവൈഡ്സ് കണക്റ്റേഴ്സ് ഫോർ ദ പെരിഫറൽ ഡിവൈസസ്. ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡ് എക്സ്പാൻഷൻ സ്ലോട്ട്സ് ഫോർ including memory, sound card, graphic card, networks etc. network cards etc. പിന്നെ എന്താണ്? chipset is a group of integrated circuit, I capital C capital ICs which manage the data flow between the processor, memory and peripheral. This is found on motherboard. This is an important external device and plays a vital role in determining system performance. മനസ്സിലായോ? സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മളതിൽ പറയണത്. അപ്പോൾ അതിലിൻ്റെ രണ്ടാമത്തെ നമ്മൾ പ്രോസസ്സർ. ആ പ്രോസസ്സർ നമുക്ക് അടുത്തതിൽ നോക്കാം. അതുവരത്തേക്ക് സൗദാമിനി, bye. Good luck, all the best.